സ്വാതന്ത്ര്യരെ പ്രഭാത ടാരോ റീഡിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് അറ്റ്ലാന്റിസ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഡിവൈൻ സന്ദേശമാണ് നമുക്ക് നേരെ വരുന്നത് നോക്കാം. കറണ്ട് എനർജിയും നമുക്ക് നേരെ എന്ത് വിധി എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന രണ്ട് കാർഡ് വെച്ചിട്ട് ഇന്നത്തെ ഡിവൈൻ സന്ദേശം നൽകാം. അപ്പോൾ കറണ്ട് എനർജി എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ ടെലിപ്പതി എന്ന് പറയുന്ന കാർഡാണ്. തീർച്ചയായിട്ടും ടെലിപ്പതി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, വളരെ പവർഫുള്ളായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ പറ്റുന്ന കാർഡാണ്. ഇതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയുക, ക്ലോസ് യുവർ മൈൻഡ് ടു ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് മെസ്സേജ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമോ സന്ദേശമോ മറ്റുള്ളവരിൽ നിന്ന് കിട്ടണമെങ്കിൽ മനസ്സിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളും അനാവശ്യമായിട്ടുള്ള വേദനകളും അനാവശ്യമായിട്ടുള്ള നമ്മുടെ നെഗറ്റീവ് തോട്ട്സും ഒഴിവാക്കി ശാന്തമായിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ഇന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ കറണ്ട് എനർജി. എന്താണ് നമുക്കിന്ന് വിധി കൊണ്ടുവരുന്നത് ചോദിച്ചപ്പോൾ അത് മെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നതാണ്. മെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷനാണ്. അതായത് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം നേടുന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഇവർ കൈ ചൂണ്ടി നിൽക്കുമ്പോൾ കയ്യിൽ നിന്നും വായുവിൽ നിന്നും വരുന്ന ഒരു സംഭവമാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഫോക്കസ് ഓൺ യുവർ വിഷൻ ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തിലാണോ നമുക്ക് വേണ്ടത് അതിനുള്ള സന്ദേശം ലഭിക്കാനും എന്താണ് വേണ്ടത് അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇന്നത്തെ ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്ന ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഐ വിഷ് യു വെരി ഗുഡ് വീക്ക് ആൻഡ് എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.